നമസ്കാരം. കട്ടപ്പുറത്തേക്ക് ഒതുങ്ങാൻ റെഡിയായിരിക്കുകയാണ് നവകേരള ബസ്. എന്താണെന്നല്ലേ? ബംഗളൂരുവിലേക്കുള്ള യാത്രയിൽ നവകേരള ബസ്സിനെ കൈയൊഴിഞ്ഞ് സംസ്ഥാനത്തെ യാത്രികർ. നിലവിൽ ആളില്ലാതെയാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത്. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത്. ഈ മാസം 5-നായിരുന്നു നവകേരള ബസ് സർവീസ് ആരംഭിച്ചത്. തുടക്കത്തിൽ ബസ് സർവീസ് ആളുകൾക്കിടയിൽ വലിയ പ്രിയമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പതിയെ കുറഞ്ഞു. സൗകര്യപ്രദമല്ലാത്ത സമയക്രമം, ഉയർന്ന ടിക്കറ്റ് നിരക്ക് തുടങ്ങിയ കാരണങ്ങളാണ് നവകേരള ബസ്സിന് ആളുകൾക്കിടയിൽ പ്രിയം കുറയാൻ കാരണം. പുലർച്ചെ 4 മണിക്കാണ് നവകേരള ബസ് കോഴിക്കോട് നിന്നും പുറപ്പെടുക. 11:30 ബംഗളൂരുവിലെത്തും. അവിടെ നിന്നും തിരിച്ചു ഉച്ചയ്ക്ക് 2:30 പുറപ്പെടുന്ന ബസ് 10 കോഴിക്കോടെത്തും. ഇങ്ങനെയായിരുന്നു ബസിന്റെ സമയക്രമം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് പാലിക്കാൻ ബസ്സിന് കഴിയുന്നില്ല. ഗതാഗത കുരുക്കിനെ തുടർന്ന് ബസ് വൈകുന്നത് പതിവായിരിക്കുകയാണ്. 4 മണിക്ക് പകരം ബസ് സർവീസ് രാവിലെ 6 മണിക്ക് ആക്കണമെന്നാണ് യാത്രികരുടെ ആവശ്യം. നിലവിൽ GST ഉൾപ്പെടെ 1256 രൂപയാണ് ടിക്കറ്റിന് വേണ്ടി നൽകേണ്ടി വരുന്നത്. ഈ ഉയർന്ന നിരക്കും നവകേരള ബസ്സിനോടുള്ള യാത്രക്കാരുടെ വിമുഖതയ്ക്ക് കാരണമായിട്ടുണ്ട്. ഉയർന്ന നിരക്ക് ഒഴിവാക്കി സ്റ്റേജ് ഫെയർ കൊണ്ടുവരണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. നവകേരള ബസ്സിന് 26 സീറ്റുകളാണുള്ളത്. ഇരുവശങ്ങളിലേക്കും മുഴുവൻ സീറ്റുകളായാൽ പ്രതിദിനം 65,000 രൂപ വരുമാനം ലഭിക്കുമെന്ന ഉദ്ദേശത്തിലായിരുന്നു ബസ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ യാത്രികരുടെ എണ്ണം കുറഞ്ഞത് ഈ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇരുവശങ്ങളിലേക്കുമായുള്ള സർവീസിന് പെട്രോൾ അടിക്കാൻ മാത്രം 35,000 രൂപയാണ് ചിലവ് വരുന്നത്. ഇതിന് പകുതി വരുമാനം പോലും നിലവിൽ ലഭിക്കുന്നില്ലെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ ബസ് സർവീസ് പൂർണ്ണമായും നിർത്തേണ്ടി വരുമെന്നാണ് സൂചന. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.